ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 37-ാം ഭാഗം. സ്നേഹപൂർവം സ്വാഗതം. റൂഹാക്ഷണം. പരിശുദ്ധ കുർബാനയിൽ 4-ാം പ്രണാമജപത്തിൻ്റെ തുടർച്ചയായും അനാഫറ അഥവാ കൂദാശ ഭാഗത്തിൻ്റെ പൂർത്തീകരണവുമായി റൂഹാക്ഷണ പ്രാർത്ഥന, അതായത് കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന കൊടുത്തിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥവും ആഴവും? തൊട്ടു മുമ്പ് ശുശ്രൂഷി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ. ശുശ്രൂഷിയുടെ ഈ ആഹ്വാനം ഈ പ്രത്യേകമായ റൂഹാക്ഷണ പ്രാർത്ഥനയുടെ പൊരുൾ എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ് ദൈവിക രഹസ്യങ്ങൾ. ആ ദൈവിക രഹസ്യങ്ങളാണ് അൾത്താരയിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. ദിവ്യരഹസ്യങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും വർണ്ണനാതീതവും അഗ്രാഹ്യവുമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇവിടെ എന്തിനാണ് ഈ നിശബ്ദത? സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു, മിശിഹ മരിച്ചതിന് ശേഷം ആ തിരുക്കല്ലറയിലെ നിശബ്ദതയാണ് ഈ സമയം വിശ്വാസികൾ അനുഷ്ഠിക്കേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസികളിൽ നിറയേണ്ടത്. സംഭവിക്കാൻ പോകുന്ന ഭയഭക്തിജനകമായ ആ ദൈവരഹസ്യ കർമ്മത്തിൽ നിശബ്ദരായും ആദരത്തോടുകൂടെയും ഭയഭക്തിയോടുകൂടെയും സമീപിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സഭാ പിതാക്കന്മാർ. അതുകൊണ്ടാണ് നമ്മളവിടെ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം. ഇനി ഈ റൂഹാക്ഷണ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നമുക്കറിയാം, ഈശോയുടെ മനുഷ്യാവതാരത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ റൂഹായാൽ മറിയം ഗർഭം ധരിച്ചു എന്നാണ് പറയുന്നത്. റൂഹായാൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താലാണ് മറിയം ഗർഭം ധരിക്കുന്നത്. ഈശോയുടെ മനുഷ്യാവതാരം ലൂക്ക 1:35 നമ്മളത് കാണുന്നുണ്ട്. ഇനി ഈശോയുടെ ഉത്ഥാനത്തിൽ റോമാലേഖനം 8:11 മിശിഹായിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഉത്ഥാനത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ഈശോയുടെ മനുഷ്യാവതാരത്തിലും ഈശോയുടെ ഉത്ഥാനത്തിലും പ്രവർത്തന നിരതനായിരുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന ഈ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മേൽ, അവിടെ സന്നിഹിതരായിരിക്കുന്ന ആരാധനാ സമൂഹമായ നമ്മൾ ഓരോരുത്തരുടെയും മേൽ ആവസിച്ച് പവിത്രീകരിക്കുകയാണ്. പരിശുദ്ധ അമ്മയിൽ വസിച്ച ആത്മാവ്, ഈശോയെ ഉയിർപ്പിച്ച ആത്മാവ് ഇന്ന് അപ്പത്തെയും വീഞ്ഞിനെയും എന്നെയും നിന്നെയും നമ്മൾ ഓരോരുത്തരെയും പവിത്രീകരിക്കുകയാണ്, കൂദാശ ചെയ്യുകയാണ്. അപ്പോൾ രക്ഷാകര രഹസ്യത്തിൻ്റെ കേന്ദ്രമായ ഈശോയുടെ ഉത്ഥാനവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവുമാണ് എപ്പിക്ലേസിസ് എന്നാണ് ഈ ഭാഗത്തിന് ഗ്രീക്കിൽ പറയുന്ന പദം. അപ്പോൾ എപ്പിക്ലേസിസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മേലെങ്കിലും വിളിച്ചപേക്ഷിക്കുക എന്നാണ് അർത്ഥം. അപ്പം അതാണ് കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ, വിളിച്ചപേക്ഷിക്കുന്നതിൻ്റെ കാരണം. ഉത്ഥിതനായ മിശിഹായോടാണ് പരിശുദ്ധാത്മാവിനെ അയക്കാൻ കാർമ്മികൻ പ്രാർത്ഥിക്കുന്നത് എന്ന് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്. ഇവിടെ കാർമ്മികൻ ദിവ്യരഹസ്യങ്ങളുടെ മേൽ കൈകൾ ഉയർത്തി കുരിശാകൃതിയിൽ കമഴ്ത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. അതിൻ്റെ അനുഷ്ഠാനക്രമത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. യഹൂദ പാരമ്പര്യത്തിൽ പുരോഹിതൻ ബലിയർപ്പിക്കപ്പെടുന്ന വസ്തുവിൻ്റെ, മൃഗത്തിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ ഒരു രീതിയെ പിഞ്ചെന്നാണ് റൂഹാക്ഷണ സമയത്ത് ദിവ്യരഹസ്യങ്ങൾക്ക് മുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. കുരിശാകൃതിയിൽ പിടിക്കുന്നത് ബലിയാണ് ഇത് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഇനി ആ പ്രാർത്ഥനയുടെ പൊരുൾ, നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും
നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ എന്നാണ്. എന്നിട്ട് സമൂഹം നന്ദി പറയുകയാണ്. ഈശോയുടെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടുകൂടെ ദൈവജനം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയാണ്. മാത്രമല്ല, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ അനുഗ്രഹീതരാണ് ആരാധനാ സമൂഹമെന്ന് ഈ പ്രാർത്ഥന നമ്മളെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ്. അതുകൊണ്ട് റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ഒരു സാമൂഹിക മാനമുണ്ട്. ഒരു കമ്മ്യൂണിയൻ എപ്പിക്ലേസിസ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി തീരാനും സമൂഹം മുഴുവൻ കൂട്ടായ്മയിൽ മിശിഹായുടെ ശരീരമായി തീരാനും പരിശുദ്ധാത്മാവാകുന്ന ദാനത്തെ അയക്കാൻ നടത്തുന്ന പ്രാർത്ഥനയാണ് റൂഹാക്ഷണ പ്രാർത്ഥന. അപ്പത്തെയും വീഞ്ഞിനെയും മിശിഹായുടെ ശരീരരക്തങ്ങളാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവ് വിശ്വാസികളെ മുഴുവൻ ഒരു കൂട്ടായ്മയായി, സഭയായി രൂപപ്പെടുത്തുകയാണ്. അപ്പം നമ്മൾ ജീവിക്കേണ്ട ആധ്യാത്മികത റൂഹാക്ഷണത്തിൽ, പെന്തക്കോസ്തായിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ട ആധ്യാത്മികത ഇതാണ്. അപ്പവും വീഞ്ഞും മിശിഹായുടെ ശരീരരക്തങ്ങളായി രൂപാന്തരപ്പെടുത്തിയ പരിശുദ്ധാത്മാവിന് അവ സ്വീകരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവപുത്രത്വത്തിൽ ആഴപ്പെടുത്താൻ വിട്ടുകൊടുക്കുകയാണ്. ആ ആനന്ദമാണ് നമ്മളിൽ നിറയുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യ ലേഖനം 5:22 പറയുന്ന സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവ ഉൾക്കൊണ്ട് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാൻ നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുകയാണ്. ഓരോ പരിശുദ്ധ കുർബാനയും ഈ പന്തക്കുസ്ത അനുഭവം നമ്മളിൽ നിറയ്ക്കട്ടെ. അങ്ങനെ യഥാർത്ഥ ആരാധകരായി സഭയിൽ ത്രിത്വത്തെ പരിശുദ്ധാത്മാവിലൂടെ ഈശോ മിശിഹായിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.